ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചൈന മാളിലാണ് കേട്ടോ. ആഹാ എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. വിജൃംഭിച്ചത് എന്ന് വെച്ചാ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്, കാണാനും ഒരുപാടുണ്ട്. നല്ല രസമുള്ള ഒരു ഷോപ്പിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. കൂളിംഗ് ഗ്ലാസും ലേഡീസിനുള്ള എല്ലാ ഐറ്റംസും ഉള്ള ഒരു കടയായിരുന്നു. നല്ലൊരു കിഡിലും കടയെന്ന് തന്നെ പറയാം. നമ്മൾ വന്നിട്ടുണ്ട് പാത്തൂനെയും മുത്തൂനെയും പിന്നെ ഞാനും റന്തീസും വാപ്പച്ചി ഉമ്മച്ചിയാണ്. അവിടെ ഫുൾ എസ്തറ്റിക് ഐറ്റംസ് ആയിരുന്നു കൂടുതലും. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മെയിനാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന വേറെ എങ്ങോട്ടല്ല, വേറെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ്. അതും ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് തന്നെയായിരുന്നു. അവിടെ കൂടുതലും ഓർണമെൻറ്റ്സിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൽ കുറേ ഡിഫറെൻറ്റ് പാർട്ടുകളുണ്ട്. അതിൽ നമ്മൾ ഏതോ ഒരു പാർട്ടിൽ മാത്രമേ എത്തിയുള്ളൂ. മറ്റേ ഭാഗത്തോട്ടൊന്നും നമ്മൾ പോയതുപോലും ഇല്ല. ഇതാണ് എനിക്ക് അവിടെ ചെന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ്. ഇത് ആർട്ടിഫിഷ്യൽ ഐറ്റംസ് കിട്ടുന്നതും എസ്തറ്റിക് ആയിട്ടുള്ള ഐറ്റംസും മിററും നമ്മളെ ഹോം ഡെക്കോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു. കിഡിലെ ഷോപ്പായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. ഞാൻ റേറ്റ് ഒന്നും നോക്കിയില്ല, കാരണം നമ്മളിവിടെ വാങ്ങാനായിട്ടല്ല പോയത്. നമ്മൾ ചുമ്മാ കാണുക അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടെ പോയിട്ട് തന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. കണ്ണ് തള്ളിപ്പോയി, അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. റന്തീസ് ഓരോന്നോരോന്നും എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ഓരോന്ന് ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാത്തിനും പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു ഹോം ഡെക്കോറിനൊക്കെ പറ്റിയ നല്ല ഐറ്റംസാണ്. പിന്നെ പാവക്കുട്ടികൾ, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പാവക്കുട്ടികളുണ്ടായിരുന്നു. നിറച്ചും പാവക്കുട്ടികളായിരുന്നു. മണ്ടയിലും പാവക്കുട്ടി, താഴെയും പാവക്കുട്ടി, അങ്ങനെ ഫുൾ പാവക്കുട്ടികളുടെ ഒരു കളി തന്നെയായിരുന്നു. പിന്നെ ഈ പ്രായത്തിൽ വാപ്പാരുടെ അടുത്ത് വാങ്ങിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുത്തു അവിടെ കറങ്ങി എടുക്കുന്നുണ്ടായിരുന്നു. പാത്തു ഒരു വഴിക്ക് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ല ഡ്രസ്സല്ലായിരുന്നു ഞാൻ ഇട്ടിരുന്ന, അതുകൊണ്ട് ഞാൻ ഫോട്ടോസൊന്നും എടുത്തില്ല. പിന്നെ ഇത് ഞാനിവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എന്തോരം പ്രേമമായിരുന്നു അറിയാം എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊക്കെ കറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ലൈറ്റിൻ്റെ ഷോപ്പിലോട്ടാണ് പോയത്. അതിന് ഞാൻ ഓരോ റിംഗ് ലൈറ്റും ഇട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ കളറായിരുന്നു എനിക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് വാപ്പ ഒരു സോഫ ഉണ്ട്, അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഉമ്മച്ച് ഓടിച്ചെന്നിരുന്നിട്ട് മക്കളെ എനിക്ക് ഫോട്ടോ എടുത്താടി. കുറേ ഫോട്ടോ എടുത്താൽ എൻ്റെ ഉമ്മക്ക് മതി വരെയൊന്നുമില്ല. അങ്ങനെ വീണ്ടും നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തോട്ട്, ഇവിടെ നടക്കാൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോയി. അവിടെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകളായിരുന്നു കേട്ടോ. മറ്റേ വെഡ്ഡിങ് ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പായിരുന്നു. പിന്നെ കുറേ ജ്വല്ലറീസും പിന്നെ നമ്മൾ ഈ ബാഗും അങ്ങനെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന. നോക്കിയാ ആമിനാജോ അവന്റെ ഒരു ഇൽമ്, ഇത്രമാത്രം ഇൽമ എനിക്കുണ്ടെങ്കിലേ ജിഞ്ഞി സ്കൂളിലൊന്നും പോണ്ട സുക്കൂറെ, പഠിക്കാൻ പോണേനുമാണ് ഒരു അതിര്. അങ്ങനെ പാത്തൂൻ്റെ മീനാവലും കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഷോപ്പിലോട്ടാണ് പോയത്. അപ്പം ഞാൻ അവിടെ ഒരു കണ്ണില്ലാത്ത ലബൂബിനെ കണ്ട്. ഇതെന്തോ നമ്മൾ നെഗറ്റീവ് എനർജിയൊക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ടേബിൾ ഫർണിച്ചർ ഷോപ്പിലാണ്. അവിടെ ഓരോ ടേബിളിൻ്റെ മുകളിൽ ഓരോ ഐറ്റം വെച്ചിരുന്നു. അപ്പം ഞാൻ ഈ ആനയുടെ തലയിൽ തടവി വയ്ക്കും, കാരണം ജീമ്പുമ്പോൾ വല്ല വന്നാലോ. പിന്നെ എല്ലും കൂടായിട്ടുള്ള സിംഹം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്കൊരു മറ്റേ പഴയ കാലത്തൊരു ഫോൺ കണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് ഞാനും കുറച്ച് നേരം മെയിനാവലൊക്കെ ആയിട്ട് പിന്നെ അത് വെക്കാനോ കുറച്ച് പാടുപെട്ടോ. ഇത് തറയില്ല, അങ്ങനെ പോയി വാങ്ങേണ്ടി വരുമെന്നുള്ള പേടിയുണ്ട്. ഞാൻ നല്ല സൂക്ഷിച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ ഓരോരോ സാധനങ്ങളൊക്കെ കണ്ട് മടുത്ത് തളർന്ന് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചിക്ക് ഒരാഗ്രഹം പറഞ്ഞു, ഉമ്മക്ക് കുക്കുവിൽ പോയി ഐസ്ക്രീം കുടിക്കണമെന്ന്. അങ്ങനെ വാപ്പച്ചി ഉമ്മച്ചി നമ്മളെല്ലാം തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കായിട്ട് എനിക്ക് ഡോറൊക്കെ തുറന്ന് തന്ന്, കാരണം പെട്ടെന്ന് കയറിയിട്ട് വേണമല്ലോ നമുക്ക് കുക്കുവിലോട്ട് പോകാൻ. കുക്കുവിൽ നമുക്ക് എപ്പോഴും ചെല്ലുമ്പം, നമ്മൾ മുമ്പ് ചെന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഓഫർ ഉണ്ടായിരുന്നു, 50 പൈസയ്ക്ക് ഐസ്ക്രീം കിട്ടുമെന്ന്. ഇപ്രാവശ്യം ആ ഓഫർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി, പക്ഷേ ഇല്ല, അത് 100 പൈസയായി. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് കഴിച്ചിട്ട് വന്നു ഗായ്സ്. അത്രേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.